നല്ലൊരു ചെറുപയർ തോരൻ അങ്ങോട്ട് റെഡിയാക്കിയാലോ. രാവിലെ തന്നെ പുട്ടിൻ്റെ കൂടെ ചെറുപയർ തോരൻ ചെയ്യുവാണ് കേട്ടോ. അപ്പം നമ്മൾ രാത്രി വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കുതിർത്തിയ ചെറുപയറാട്ടോ. അത് വേവിച്ചെടുക്കാൻ എളുപ്പമാകും, അല്ലെങ്കിൽ 2 വിസിൽ കൂടുതൽ വേണ്ടി വരും. അതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു ചുവന്നുള്ളി വെളുത്തുള്ളി ഇടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 വറ്റലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടുക് പൊട്ടട്ടെ. വറ്റലിട്ടു, ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ടു. ഒന്ന് ബ്രൗൺ ആകുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ എരിവ് ഇഷ്ടം. ചെറുപയറിന് ഇത്തിരി എരിവ് കുറഞ്ഞിരിക്കുക നല്ല. ചെറുപയർ വേവിച്ച് ഇട്ട് കൊടുക്കണം. ആ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുഴച്ചങ്ങോട്ട് കഴിക്കാം. അതിനുശേഷം ഒരു കൈപ്പിടി നിറച്ച് തിരികെ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് അതിനുശേഷം നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് പൊത്തി മൂടി വയ്ക്കാം.